അവിടെ ആ ഗബ്രിയൊക്കെ ഇതേപോലെ തന്നെയാണ് പച്ചത്തെറിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാറിനെ വലിച്ചു കീറിയിട്ടുണ്ട്. ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിന് ഇന്ന ആളുകളൊന്നുമില്ല. എല്ലാം ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ട് പോയാൽ ഞങ്ങളെ കൊണ്ട് അവർ പണിയെടുപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് പറയാൻ പറ്റും? നമ്മൾ പണിയെടുക്കാൻ പോകുന്ന അറുമാടുകളാണ്, അതാണ് സത്യം. ജീന് വരെ ചർച്ചയായപ്പെട്ട ഒരു സീസൺ ഒന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. വെളിയിൽ വേണ്ട, വെളിയിൽ എന്താ വേണ്ടത്? നല്ല നല്ല അടിപൊളി മസാലകൾ നടന്നാൽ അതല്ലേ ഇൻട്രസ്റ്റിങ്. സിബിൻ പറയുന്നത് പോലെ ഒരു വിഷയം നടന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. ശരണ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്സരയൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് പണിയെടുത്ത ആളുകളെന്നാണ് അകത്ത് പോയ ആളുകൾ വെളിയിലൊന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കണ്ടന്റ് ഒന്നും വെളിയിൽ വേണ്ട. ബിഗ് ബോസ് ഹൗസില് ബിഗ് ബോസിന് ഒരു ഫേവറേറ്റ്സ് ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ട്. അതായത് ഒരു കണ്ടസ്റ്റന്റിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, അപ്പൊ അവർക്ക് അനുസരിച്ച് ഗെയിം സെറ്റ് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? ഇപ്പോഴെന്നല്ല, എപ്പോഴും ഉള്ള ഒരു സാധനം പറഞ്ഞുതരാം. അങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് എന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിന് ഇന്ന ആളുകളൊന്നുമില്ല. പക്ഷെ കണ്ടന്റ് മേക്കിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ട് അവർക്ക്. അതായത് ഇന്ന കണ്ടന്റുകളെ വെളിയിൽ സ്വീകരിക്കുന്നുള്ളൂ, ഇന്ന കണ്ടന്റുകളെ ഇവിടെ ചർച്ചയാകുന്നുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ. അതായത് ഉദാഹരണത്തിന് ലാസ്റ്റ് സമയത്തുണ്ടായ ഒരു വിഷയം ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു പ്രമോ മനഃപൂർവ്വമാണ് അവരതിട്ടത്. അതായത് ഒരു പ്രമോ കാണിച്ചു, ഇതുപോലെ ജാസ്മിൻ 2 കൈ ഉപയോഗിക്കരുത് നമുക്ക് ടിക്കറ്റ് ഫിനാലെയായി ബന്ധപ്പെട്ടിട്ട് ഫസ്റ്റ് ഗെയിമിൽ. അത് എപ്പിസോഡ് വന്നപ്പോൾ ഇല്ല ആ സാധനം. പക്ഷെ ഈ 2 കൈ ഒരുവിധം കണ്ടസ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ജാസ്മിനെയാണ് ലാലേട്ടൻ പറഞ്ഞത്. പക്ഷെ അത് പ്രൊമോയിൽ കാണിച്ചിട്ട് എപ്പിസോഡിൽ കാണിച്ചില്ല. എന്തുകൊണ്ടാ? സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടരെ അവിടെ ജാസ്മിനെ ഒരുപാട് അറ്റാക്ക് ചെയ്യും. പക്ഷെ സത്യസന്ധം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്ക് ചെയ്യാനും മനഃപൂർവ്വം, ഇപ്പോൾ കുറേ ആളുകൾ പറയുന്നുണ്ടല്ലോ ജാസ്മിന്റെ ഫേവറേറ്റിസം ഒന്ന്, പക്ഷെ ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് അവരെ. മനസ്സിലാവുന്നുണ്ട്? അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് തന്നെ. അതായത് കണ്ടന്റ് എന്ന് പറയുന്നത് അവർക്ക് വേണം. അത് അവരോട് ചെയ്യുന്ന ഒരു ക്രൂരതയല്ലേ? അല്ല, അങ്ങനെ പറയണത് എന്ത്? നമ്മളെല്ലാം ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് എഗ്രിമെന്റ് എഴുതി കൊടുത്തിട്ട് പോയാൽ ഞങ്ങളെ കൊണ്ട് അവർ പണിയെടുപ്പിക്കുമ്പോ നമുക്ക് എങ്ങനെ കംപ്ലൈന്റ് പറയാൻ പറ്റും? എന്ത് ക്രൂരത എന്ന് പറയാൻ പറ്റും? നമ്മൾ എഗ്രിമെന്റിനെ പറ്റി അറിയാം. അങ്ങനെ ഒരു എഗ്രിമെന്റ് എഴുതുന്നോണ്ടാണോ ഈ സിജോന്റെയും റോക്കിയുടെ ഇഷ്യൂല് അങ്ങനെ ഒരു ഫിസിക്കൽ അസൾട്ട് നടന്നപ്പോ ഈ സിജോന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് മൂവ് ചെയ്യാതിരുന്നത്? അതായത് നമ്മളിപ്പോ ബിഗ് ബോസ് ഷോ കഴിയുന്നത് വരെയുള്ള ഒരു എഗ്രിമെന്റ് നമുക്കുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഫിസിക്കൽ അസോൾട്ട് പാടില്ല, രാഷ്ട്രീയം, മതം, ഈ 3 കാര്യങ്ങൾ പാടില്ല എന്നുള്ളത് നമ്മളെ എഗ്രിമെന്റിൽ വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്കെതിരെ തക്കതായിട്ടുള്ള ആക്ഷൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവരവരെ ആ ഹൗസിൽ നിന്ന് പുറത്താക്കും. ആദ്യം വാണിംഗ് കൊടുക്കും. ചെറിയ രീതിയിലുള്ള വയലൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാണിംഗ് കൊടുക്കും. അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അവർക്ക് എടുക്കാൻ പറ്റാത്ത സാധനം എന്നുണ്ടെങ്കിൽ അവർ പുറത്താക്കും. പിന്നെ ജനങ്ങളുടെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റിങ്ങും കൂടെ അതിനകത്ത് കാരണമാണ്. കാരണം ആളുകൾ പറയുന്നത് ഇത് ശരിയല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞാൽ നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ആ ഹൗസിനുള്ളിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളും, ബാത്റൂം ഏരിയ ഒഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ ആക്ടിവിറ്റികളെയും അവർ ഓരോ നിമിഷവും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ ശ്വാസം വരെ അവർക്ക് 24/7 അവർ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം അവരുടെ കയ്യിൽ സാധനങ്ങളുണ്ട്. ഈ കണ്ടന്റ് എന്ന് പറയുന്നത് അവരായിട്ടാണ് ഉണ്ടാക്കിയിടുന്നത്. നമ്മൾ പണിയെടുക്കാൻ പോകുന്ന അറുമാടുകളാണ്, അതാണ് സത്യം. ശരിക്കും മനസ്സിലായില്ലേ? കാരണം ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ പോകണതിന് അവരൊരു പേയ്മെൻറ്റ് തന്നിട്ടുണ്ടല്ലോ. ആ പേയ്മെൻറ്റ് അവർ നമുക്ക് തന്നിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ എഗ്രിമെൻറ്റ് അതിനുള്ളിൽ ബിഗ് ബോസ് ഹൗസിൽ ഗെയിം കളിക്കാൻ പോണതുകൊണ്ട് അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളെയും അവരത് വെച്ച് ഗെയിം കളിക്കും. ഒരു കളിപ്പാവകളാക്കി അങ്ങനെ വേണമെങ്കിൽ പറയാം. അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കളിപ്പാവകൾ എന്നുള്ള രീതിയിലല്ല, ആക്ച്വലി നമ്മൾ പൈസ തന്നിട്ട് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത്. അവർ തന്നെയാണ് ഗെയിം കളിക്കുന്നത്. പുറത്ത് ഗെയിം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം, ആളുകൾ ആരെപ്പറ്റി എന്ത് സംസാരിക്കണം, ആളുകൾ എങ്ങനെ ഇതിനെപ്പറ്റി ഇതാക്കണം, ഹൈജീന് വരെ ചർച്ചയായപ്പെട്ട ഒരു സീസൺ ഒന്നും ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ആ ഒരു സംഭവത്തിനെ കുറിച്ച് എങ്ങനെയാ നോക്കി? അല്ല, ഹൈജീനെ പൊതുവെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരെയും ചർച്ച, എന്തിനേയും കണ്ടന്റ് എന്ന് പറയുന്ന സാധനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഹൈജീൻ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ട ബേസിക് സാധനം തന്നെയാണ്. ഞാൻ പറഞ്ഞത് ചർച്ചയാക്കപ്പെട്ട അവസ്ഥയെ പറ്റി പറയുന്നു. കാരണം പൊതുവെ വെളിയിലേക്ക് കണ്ടന്റ് എന്ന് പറയുന്ന ഒരു സംഭവം കൊടുത്തല്ലോ. ആ കണ്ടന്റ് വെളിയിലേക്ക് കൊടുക്കാൻ അതുവരെ കാരണമായി എന്നുള്ളൊരു സാധനങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. അത് പൊതുവെ മൊത്തം ഒരു സംഭവം. അതായത് ഹൗസിനുള്ളിൽ മുഴുവനും ഇപ്പം സാബു ചേട്ടനൊക്കെ കയറിപ്പോയപ്പോൾ പോലും അതിനകത്ത് ഈ ഹൈജീൻ അവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കലും എടുക്കലും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പൊതുവെ അതൊക്കെ വരെയും അവിടെ നടത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വെളിയിൽ കാണിക്കുന്നത്. അല്ലാതെ പൊതുവെ പുതിയതൊന്നും അവർ കാണിക്കുന്നൊന്നുമില്ല. പക്ഷേ അവരാണ് കണ്ടന്റ് ഡിസൈൻ ചെയ്യുന്നത് വെളിയിൽ എന്ത് പോകണമെന്ന്.
ശരിക്കും ഈ പറഞ്ഞില്ലേ എൻ്റെ അതായത് ഈ ശരണ്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ അപ്സരയൊക്കെ ഭയങ്കരമായിട്ട് അതിനകത്ത് പണിയെടുത്ത ആളുകളെന്നാണ് അകത്ത് പോയ ആളുകൾ വെളിയിലെന്ന് പറയുന്നത്. പക്ഷെ അവരുടെ കണ്ടന്റ് ഒന്നും വെളിയിൽ വേണ്ട, വെളിയിൽ വേണ്ട. വെളിയിൽ എന്താ വേണ്ടത്? നല്ല നല്ല അടിപൊളി മസാലകൾ നടന്നാൽ അതല്ലേ ഇൻട്രസ്റ്റിങ്. ഇവിടെ തെറി വിളിക്കാനാണെങ്കിലും എടുക്കാനാണെങ്കിലും പറിക്കാൻ എന്തിനു വേണമെങ്കിലും ഇതിനകത്ത് ഫുള്ള് TRP നോക്കി നോക്ക്. അങ്ങനെയാണോ ഈ സിബിന്റെ ഇഷ്യൂല് സിബിന്റെ ഔട്ടാവലില് ഒരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടോ ചേച്ചിക്ക്? സിബിന്റെ ഔട്ടാവലിൽ അസ്വാഭാവികത ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. സിബിൻ എനിക്ക് അസ്വാഭാവിക ഒന്നും തോന്നിയിട്ടില്ല. കാരണം സ്വാഭാവികമാണ് അത് നടന്നത് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് ഒരു തരത്തിലുള്ള കള്ളം നടന്നു അല്ലെങ്കിൽ സിബിൻ പറയുന്നത് പോലെ ഒരു വിഷയം നടന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല, ഞാനത് വിശ്വസിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഒരു പ്രശ്നത്തിൽ ആയിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം അനുഭവിച്ചത് ഞാനാണ്, അതായത് സിബിനാണ്. അപ്പൊ സിബിൻ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് അഭിപ്രായം എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിലയിരുത്താം എന്നുള്ളത് മാത്രമാണ്. കാരണം സിബിൻ വിക്ടിമാണെങ്കിൽ അത് വിഷമമാണ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. അത് എൻ്റെ ഫീലിങ്സ് ആണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ വളരെ നല്ല അടിപൊളിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ഗെയിമറാണ്, സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ നന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. സപ്പോർട്ട് കൂടി വന്നപ്പോഴാണ് പെട്ടെന്ന് അങ്ങനെ ഒരു തീർച്ചയായിട്ടും. കാരണം ഹൗസിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വരുന്നത് ഏറ്റവും നല്ല ഗെയിമറാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ജാസ്മിനോടുള്ള ഒരു ഫേവറിസം ആണോ എന്നുള്ളൊരു അതൊക്കെ വിലയിരുത്തപ്പെടുന്നതാണ്. അതായത് ഇപ്പോൾ ഹൗസിനുള്ളിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ പുറത്തിറങ്ങുന്നു, അവിടെ വന്നപ്പോൾ ജനസ്വീകാര്യത കാണുന്നു, അത് ഹൗസിനുള്ളിൽ തുടരാൻ സാധിച്ചിട്ടില്ല, ഒരുതരം വികാരം ഒബ്വിയസ്ലി മനുഷ്യന്മാർക്കുണ്ടാവും. അയ്യോ എനിക്കും തുടർന്ന് നിൽക്കണമായിരുന്നു. ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വരെ നമുക്ക് ചിലപ്പോൾ ഭയങ്കര സഫക്കേഷൻ ആയിരിക്കും. നമ്മൾ പുറത്തൊരു നിമിഷം ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എങ്ങനെയെങ്കിലും തിരിച്ചകത്ത് പോകണം ഇങ്ങനത്തെ ഒരു ഫീലിംഗാണ്. അത് സീസൺ 1 അനുഭവിച്ചത് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെയാണ് അകത്ത് കയറി പോകണം എന്ന് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. പിന്നെ പുറത്ത് നല്ല സ്വീകാര്യതയും കൂടിയാണെങ്കിൽ ഉറപ്പായിട്ട് ജനങ്ങൾ നമ്മളെ സ്വീകരിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്ക് അകത്തേക്ക് പോകേണ്ടി വരും. സിബിൻ്റെ വിഷയത്തിൽ എന്ന് വെച്ചാൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് സിബിൻ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇവിടെ നിന്ന് അടിച്ച് പൊട്ടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പുറത്തു പോകേണ്ട അവസ്ഥയാണ്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് തുടരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്രമായിട്ട് മാനസികമായിട്ട് തകർന്നു. അവിടെ സിബിൻ്റെ മാനസിക തകർച്ച മാത്രം ലാലേട്ടൻ ചെയ്തു അത്, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ എപ്പിസോഡ് ചെയ്യുന്ന ഡയറക്ടർ ചെയ്തു എന്നൊന്നും പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. അവിടെ ആ ഗബ്രിയൊക്കെ ഇതേപോലെ തന്നെയാണ് പച്ച തെറിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിലൊക്കെ അഖിൽമാരാറിനെ വലിച്ചു കീറിയിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് ഇതെല്ലാം. നമ്മൾ ഓരോ സീസണുകളിലും നമ്മൾ ഈ സാധനം കാണുന്നതാണ്. ഈ സീസൺ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ്റെ സൈഡിൽ നിന്ന് കുറേ കൂടെ ഭയങ്കര സംഭവങ്ങൾ ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ കൂടുതലായിട്ട് എത്തി നോക്കുന്നു. അവിടെ ലാലേട്ടൻ്റെ വഴക്ക് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഇമോഷണലി ഞാൻ ബ്രേക്ക് ഡൗൺ ആയി പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത് ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഗെയിം ഷോയിലാണെന്നുള്ള ബോധം വേണം. മര്യാദയ്ക്ക് ഇരിക്കുന്ന സിബിനെ വല്ല വന്ന് ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞിട്ട് പോയ സിബിന് അത്രയ്ക്ക് ഫീൽ ആവാൻ. ഈ ഷോയിൽ നിൽക്കുന്നു, ഈ ഷോയ്ക്കകത്ത് ഇതൊക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ നിൽക്കണ്ട. അതിന് തന്നെ പ്രാപ്തി ഇല്ല എന്നാണ് അതിനർത്ഥം. ആ കണ്ടസ്റ്റന്റിന് അതിന് പ്രാപ്തി ഇല്ല എന്നാണ് അതിനർത്ഥം. കാരണം വിഷമം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇത് ഞാൻ പറയുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സിബിൻ കളിച്ച് വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചതാ. ഇപ്പോ